നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് സൂര്യാനൂതൻ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന സോളാർ അടുപ്പുകളാണ്. അപ്പോൾ IOCLലെ വളരെ ശക്തമായ R&Dയിൽ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള അടുപ്പാണ് സൂര്യാനൂതൻ. അപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റൗകളുമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ സ്റ്റൗകളൊക്കെ ആണെങ്കിൽ നമ്മൾ സോളാർ പാനലിൽ നിന്നും വൈദ്യുതി വരുന്നു, അതിന് നമ്മൾ ബാറ്ററികളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ലിഥിയം ബാറ്ററികളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സ്റ്റൗ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, മറിച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് തെർമൽ എനർജി സ്റ്റോറേജ് എന്ന് പറയും. അതായത് നമ്മുടെ സാധാരണ ബാറ്ററിക്ക് പകരം തെർമൽ എനർജി സ്റ്റോറേജ് എന്ന് പറയുന്ന സംവിധാനമാണ് അതിനകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. അപ്പോൾ ശരിക്കും ഈ തെർമൽ എനർജി സ്റ്റോറേജ് എന്ന് പറയുന്ന സംവിധാനം ഇതുപോലുള്ള ചെറിയ സ്റ്റൗകളല്ല, മറിച്ച് വലിയ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിനും സ്റ്റോറേജിനൊക്കെ വേണ്ടി വിദേശ രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടെക്നോളജി ശരിക്കും ഇതുപോലുള്ള ചെറിയൊരു അടുപ്പിനകത്തേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയെടുത്ത ഇവരുടെ ഈ R&D വിഭാഗത്തിന് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സംവിധാനമായിട്ടും എന്തുകൊണ്ട് നമ്മളുടെ കരങ്ങളിലേക്ക് ഇത് എത്തുന്നില്ല, നമ്മുടെ വീടുകളിലേക്ക് ഇത് ഇതുവരെയും വന്നില്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഒന്നാമതായിട്ടുള്ളൊരു കാര്യം, നമുക്കിപ്പോൾ ഒരു 100 വാട്ട് പാനൽ, അപ്പം എൻ്റെ അടുത്ത് ഈ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇതെവിടെ കിട്ടും, എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. കാരണം അവർക്ക് നെറ്റിനകത്ത് കണ്ടിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇവർ വരുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ഏകദേശം ഒരു 100 വാട്ടോ 150 വാട്ടിൻ്റെ ഒരു പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്കുള്ള മുഴുവൻ എനർജി ആവശ്യങ്ങളും, അതായത് നമ്മുടെ പാചകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ആളുകൾ ശരിക്കും വരുന്നത്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 180 വാട്ട് 200 വാട്ട് അങ്ങനെയുള്ള ഒരു പാനൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പവർ കൂടിനകത്താണെങ്കിൽ ഒരു 300 വാട്ട് അത്രയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ചെറിയ സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കുറഞ്ഞ റേറ്റിലുള്ള ഒരു ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ജനത്തിൻ്റെ അടുത്ത് വളരെയധികം സ്വീകാര്യതയുണ്ടെന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇത് അന്വേഷിച്ച് നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് വരാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തിപ്പോൾ ഒരു 180 വാട്ടിൻ്റെ ഒക്കെ പാനലാണ് സ്റ്റാർട്ടിംഗ് എന്നുള്ളിടത്തോടാണ് ഇത് പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 100 വാട്ടിൻ്റെ പാനൽ നിങ്ങളിപ്പം വിചാരിക്കുക. അപ്പം പല ആൾക്കാർ 100 വാട്ടിൻ്റെ പാനൽ വെച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് അവർ സാധാരണ ഇതിൽ പോകുന്നത്. അപ്പോൾ 100 വാട്ടിൻ്റെ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ നമുക്കിത് നോക്കിയാൽ ബാഗിലിരിക്കുന്നുണ്ടോ ഒരു പാനൽ. ആ ഒരു പാനലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 വാട്ടിൻ്റെ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പാനലാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എനർജി കൊണ്ട് നമ്മളിപ്പം വെള്ളം ചൂടാക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ മാക്സിമം, നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാക്സിമം ഏറ്റവും എഫിഷ്യൻസിയോടുകൂടി ഈ പാനലിൻ്റെ വോൾട്ടേജ് നമ്മൾ കൊണ്ടുവന്ന് ബാറ്ററിക്കകത്തൊക്കെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൂടെ നമ്മൾ മാക്സിമം അതിൽ നിന്നുള്ള എനർജി നമ്മുടെ അടുത്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്ക് മാക്സിമം ഒരു ദിവസം തിളപ്പിക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 3 ലിറ്റർ അല്ലെങ്കിൽ മാക്സിമം 4 ലിറ്ററാണ്. അപ്പോൾ ഇത്രയും എനർജി നമുക്കൊരു 100 വാട്ടിൻ്റെ ഒരു പാനലിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. അപ്പോൾ 200 വാട്ടിൻ്റെ ഒരു പാനലാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും, ഇപ്പോൾ തെർമൽ എനർജി സ്റ്റോറേജോ അതും അല്ലെങ്കിൽ ബാറ്ററിയോ ലിഥിയം ബാറ്ററി എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് കൊടുത്താലും എന്ത് ചെയ്താലും നമുക്ക് ഇതിൽ കൂടുതൽ എനർജി അതിനകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് നമുക്ക് ഒരു 100 വാട്ട് പാനലൊന്നും ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കണം. മതി. അപ്പോൾ 100 വാട്ടെന്ന് ഒരു 3 ലിറ്ററോ 4 ലിറ്ററോ ആണെന്നുണ്ടെങ്കിൽ 200 വാട്ടെന്ന് അതിൻ്റെ ഇരട്ടി, അപ്പോൾ 400 വാട്ടെന്ന് അതിൻ്റെ ഇരട്ടി, ആ ഒരു രീതി മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഒന്നാമത് ഈ ചെറിയ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്നും ടോട്ടൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ കുറവാണ് എന്നുള്ളത് ഈ ഒരു സാധനത്തിന് ആളുകളുടെ ഇടയിൽ ഇത് ഉപയോഗിക്കുന്നതിനകത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ തെർമൽ സ്റ്റോറേജ് എന്ന് പറയുമ്പം ഇതിനൊരു സഡൻ ആയിട്ടുള്ളൊരു പിക്കപ്പ്. നമുക്ക് സാധാരണ ബാറ്ററിയിൽ നിന്നാണെങ്കിൽ നമുക്ക് ശരിക്കും ഇൻഡക്ഷൻ കുക്കറിൽ കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വെള്ളം തിളച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെള്ളം തിളപ്പിക്കുന്നതായിട്ടുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു പിക്കപ്പ് കിട്ടുന്ന ഒരു സംവിധാനം ഈ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് രണ്ടാമതുള്ള ഒരു കാര്യം. പിന്നെയുള്ളൊരു കാര്യം, നമുക്ക് കുറച്ച് എനർജി നമുക്ക് ബാറ്ററിയുടെ ആണെങ്കിൽ കുറച്ച് എനർജി തീർന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് തെർമൽ സ്റ്റോറേജിനകത്ത് നമുക്ക് കുറച്ച് എനർജി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിപ്പോൾ മീൻ വറക്കുക അതുപോലെയൊക്കെയുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചെറിയ ഒരു സംവിധാനത്തിലുള്ള ചൂടിൻ്റെ ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന മറ്റൊരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് ഇതിൽ നിന്നുള്ള കേബിൾ ചെറിയ പാനലായതുകൊണ്ട് തന്നെ കേബിൾ ദൂരം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. DC കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും. കുറച്ച് ദൂരത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരേക്ക് നമുക്ക് ഈ പാനൽ മാറ്റി വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം, അതങ്ങനെ വേറൊരു പ്രശ്നം അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ വില. നല്ല വിലയാകുന്നുണ്ട് ഇതിന് ശരിക്കും. കാര്യം ചെറിയ 1-2 പാനലേ ഉള്ളെങ്കിലും ഇതിൻ്റെ സ്റ്റൗ അതിൻ്റെ ബേസിക്
മോഡലിനും ഓയിലും നമുക്ക് ശരിക്കും 12,000-ന് മുകളിൽ 13,000-14,000 രൂപ വില വരുന്നുണ്ട് ഈ സ്റ്റൗവിന്. അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്തുകൊണ്ട് ആൾക്കാർ ഇപ്പം അതിനകത്ത് നമുക്കിപ്പം അത് കുറച്ച് നേരം മാത്രം ഉപയോഗിക്കാവുന്ന മോഡലാണത്. കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു 10,000-25,000 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറേജ് ഉള്ള ഒരു ടൈപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും പൈസ മുടക്കുമ്പോൾ ആൾക്കാർ 25,000 രൂപയോളം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആളുകൾ നോക്കുമ്പോൾ മറ്റുള്ള സാധാരണ രീതിയിലുള്ള സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ലിഥിയം ബാറ്ററി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം അടുപ്പ് കത്തിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വെളിച്ചവും കാണാം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ. അപ്പം അതിനോടാണ് ആളുകൾക്ക് കൂടുതൽ ഒരു താല്പര്യം കൂടുതൽ വരുന്നതെന്നുള്ളതും ഇതിനകത്തൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ IOCL ഇപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ അവർ നേരിട്ട് ഡയറക്റ്റായിട്ട് ഈ സാധനം ഉണ്ടാക്കി വിൽപ്പനയൊന്നും നടത്തുന്നില്ല. അവർ ഇത് മറ്റ് കമ്പനികൾക്ക് അവരിത് നിർമ്മിക്കുവാനായിട്ടുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുണ്ടാക്കി മറ്റ് കമ്പനികൾ ഉണ്ടാക്കിയിട്ട് വേണം ഇത് വിതരണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർ മറ്റ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളാണല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അവർ നല്ലൊരു ലാഭം എടുക്കാതുകൊണ്ട് ഒരിക്കലും ഇത് വിൽക്കാനായിട്ട് തയ്യാറാകില്ല. അപ്പം ഇതിനകത്ത് ഒന്നാമതിൽ തന്നെ ഇതിൻ്റെ ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റൗ ഉണ്ടാക്കാൻ സാധാരണ സ്റ്റൗ പോലെ അല്ലത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് നല്ല വില വരും ആ സ്റ്റൗ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ആ സ്റ്റൗ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു നഷ്ടം സഹിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ഗവൺമെൻറ് കൊടുക്കുന്ന പോലെയോ അങ്ങനെയൊന്നും കൊടുക്കാനായിട്ട് ഒരിക്കലും അവർ തയ്യാറാവില്ല. അപ്പം നല്ലൊരു റേറ്റ് ഇട്ട് നല്ലൊരു ലാഭം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ല വില കയറിപ്പോകും. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും ഇത് സെയിൽ ചെയ്യാനും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. അപ്പോൾ പല ആളുകളും ഇത് വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതിന് ഒരു സബ്സിഡിയും ശരിക്കും കൊടുക്കുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ ആ സൈറ്റിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ IOCLൻ്റെ സൈറ്റിനകത്ത് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു യാതൊരുവിധ സബ്സിഡിയും കൊടുക്കുന്നില്ല, ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരതിനകത്ത് പരസ്യമായിട്ട് തന്നെ അവരത് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം. അപ്പം ഈ വാട്സാപ്പിനകത്തൂടെയൊക്കെ നിരവധി ആളുകൾ, കാരണം ഇതിങ്ങനെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നടക്കുക. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട്, വിളിച്ചു ചോദിക്കാറുണ്ട് ഒരുപാട് ആൾക്കാരെന്നെ. അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്നുള്ളത് ഈ തട്ടിപ്പ് നടത്തുന്ന കള്ളന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പരസ്യം പോലെ സംഭവം ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്ത് വൻ സബ്സിഡി അല്ലെങ്കിൽ ചെറിയ റേറ്റിൽ ഇത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിനകത്തും അതുപോലെ പല പല സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇവരിങ്ങനെ പ്രചാരണം നടത്തും. അപ്പോൾ ആൾക്കാർ ഇത് കാണുമ്പം ഇതൊരു പുതിയ ഐറ്റമാണ്, മാത്രമല്ല ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെന്നുള്ള അറിഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെയൊക്കെ പടവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് ഈ കള്ളന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഈ പരസ്യങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഉദ്ഘാടനം ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി ഈ സംഭവം നടന്നിട്ട്. 2022 ഇത് ശരിക്കും ഇറങ്ങിയത്. 2023 ഇതിനെപ്പറ്റി ബാംഗ്ലൂരിൽ നടന്ന ഒരു പ്രസംഗത്തിനകത്ത് കണ്ട് പ്രധാനമന്ത്രി ഈ ഇങ്ങനൊരു സ്റ്റൗവിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽഡുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിംഗ് ഒക്കെ എടുത്തിട്ടാണ് ഈ കള്ളന്മാരായിട്ടുള്ള ആൾക്കാർ ഇത് പ്രചരണം നടത്തുന്നത്. ഇതിങ്ങനെ ഒരു സംഭവം പ്രധാനമന്ത്രി അതിനകത്ത് വലിയ തോതിലുള്ള സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നിസാര വിലയ്ക്ക്, അപ്പം നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, ബുക്കിംഗ് ചാർജ് മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റൗ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ആളുകൾ ഈ വാട്സപ്പിനകത്ത് ഇങ്ങനെ സന്ദേശങ്ങളിടുന്നത്. അപ്പോൾ ഇത് കാണുമ്പം ആളുകൾ എന്ത് വിചാരിക്കും, ഇത് വളരെ ചെറിയ റേറ്റിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു നൂതന സംവിധാനമാണ് സൂര്യ നൂതൻ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നോർത്തുകൊണ്ട് ഇവർ കൊണ്ടുപോയി 1000 രൂപയാണ് അഡ്വാൻസ് ചാർജ് എന്നൊക്കെ പറയുമ്പോൾ 1000 രൂപ 2000 രൂപ 3000 രൂപ ഒക്കെ ഇവരേതെങ്കിലുമൊക്കെ സൈറ്റിൽ കയറി അതിനകത്ത് കാണുന്നിടത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോളുമില്ല, ഒന്നുമില്ല, ഒരു ഇടപാടുമില്ല, കംപ്ലീറ്റ് ആയിട്ടും അവരുടെ ആ പൈസ അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ സംഭവങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എൻക്വയറി കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ സൈറ്റുകളും ഒക്കെ വരും. അപ്പോൾ എവിടെ നിങ്ങൾ കണ്ടാലും ഈ സൂര്യ നൂതൻ എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കരുത്. കാരണം ഇതിന് ബുക്കിംഗ് ഉണ്ട്, പക്ഷേ ബുക്ക് ചെയ്യുന്നത് അവരുടെ IOCL തന്നെ അവരുടെ സൈറ്റിൽ കയറിയാൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ 1 രൂപ പോലും പൈസ കൊടുക്കാതെയുള്ള ബുക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇത് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ കിട്ടുമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, പല പല കാരണങ്ങൾ കൊണ്ടും ഇതങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് ചെയ്യുന്ന ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ട് ഒരിടത്തും ബുക്കിംഗ് സ്വീകരിക്കുകയോ ഒരു സ്ഥലത്തും ഇത് വന്നതായിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇത് ഒരു ടെസ്റ്റ് റൺ എന്നുള്ള രീതിയിൽ കുറേ പ്രോഡക്റ്റ് ഉണ്ടാക്കി IOCL കുറേ സ്ഥലങ്ങളിൽ കുറേ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ അടുത്തുള്ള ഫീഡ്ബാക്ക് നോക്കിയിട്ടാണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും മറ്റ് കമ്പനികളൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫീഡ്ബാക്ക് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകാത്തെന്നുള്ളിടത്തോളാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് അകത്തൊരു ചെറിയ തോതിലൊരു മൈനസായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇത് നിർമ്മിച്ചെടുത്ത ഈ IOCLനെ നമ്മൾ ശരിക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ് അവരുടെ R&Dക്ക്. അവരുടെ R&Dയുടെ 50 വർഷമാകുന്ന ഒരു ചടങ്ങായിരുന്നു ഈ 2022 50 വർഷം തികയുന്നതിനോടനുബന്ധിച്ച് അവരെന്തെങ്കിലും ഒരു പുതിയൊരു പ്രോജക്റ്റായിട്ടുള്ള ഒരു പുതിയൊരു പ്രോഡക്റ്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമല്ലോ എന്നുള്ള ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അന്നേരം അവർ വലിയൊരു ഇവൻ്റായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചതും അത് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുത്തതും. പക്ഷേ അത് സാധാരണക്കാരായ ആളുകളിലേക്ക് 4 വർഷം കഴിഞ്ഞിട്ടും നിലവിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നിലവിൽ എത്താതെ നിൽക്കുന്നത്. ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാകുമെന്നുള്ളത് നമുക്ക്
നോക്കി അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇതിങ്ങനെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ വലിയ സബ്സിഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുകയാണെന്ന് വരികിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ സൂര്യാനൂതനുമായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മറ്റുള്ളവരും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ട് അവരുടെ കയ്യിലെ കാശ് കളയാതിരിക്കും, അബദ്ധത്തിൽ പോയി വീഴാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.